ഡോക്ടർ, ഈ എപ്പിലെപ്സി അഥവാ അപസ്മാരം, സീഷർ അഥവാ ജന്നി, ഇത് രണ്ടും ഒന്നാണോ, അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് രണ്ടും രണ്ടാണ്. നമുക്ക് ആദ്യം നിങ്ങൾ രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണെന്ന് നോക്കാം അല്ലേ. സീഷർ എന്ന് പറഞ്ഞാൽ എന്തിനാലോ സീസ് ചെയ്യപ്പെടുക അല്ലേ, ഒരു ബാധ കൂടിയ പോലെ. സീഷർ, അതിനെയാണ് നമ്മൾ ജന്നി എന്ന് പറയുക. അത് തലച്ചോറിലെ ന്യൂറോൺസ്, തലച്ചോറിൽ 1.2 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്. ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഞരമ്പുകൾ. ഇതെല്ലാം കൂടി ഒരേ സമയത്ത് ആക്റ്റീവ് ആകുമ്പോൾ, തലച്ചോറിലെ ഒരു ഭാഗം ആക്റ്റീവ് ആകുമ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു കൈ വെക്കാൻ പറ്റുന്നത്, അല്ല വേറൊരു ഭാഗം ആക്റ്റീവ് ആകുമ്പോഴാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. തലച്ചോറ് ഫുള്ള് ഒറ്റ അടിക്ക് അങ്ങ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ശരീരം മുഴുവൻ കിടന്ന് അബോധാവസ്ഥയിൽ കിടന്ന് പെടാ വെട്ടാൻ തുടങ്ങും. ഇതിനെയാണ് നമ്മൾ സീഷർ അല്ല ജന്നി എന്ന് പറയുന്നത്. കാണുമ്പോൾ അറിയായിരിക്കും അല്ലെ, കേട്ടറിയായിരിക്കും അല്ലേ. പെട്ടെന്ന് ശരീരം മുറുകുന്നു, പിന്നെ വെട്ടുന്നു, കണ്ണ് മുകളിലോട്ട് ഉയരുന്നു, നാക്ക് കടിക്കുന്നു, മൂത്രം അറിയാതെ നഷ്ടപ്പെടുന്നു, വെട്ടി പയ്യെ മയക്കത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു ഇവൻറ്റിനെയാണ് നമ്മൾ സീഷർ അല്ല ജന്നി എന്ന് പറയുന്നത്. ഈ ജന്നി വരാൻ പല കാരണങ്ങളുണ്ട്. പെട്ടെന്ന് ഇപ്പം നമ്മൾക്കാണെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഷുഗർ ഉള്ള ആളാണെന്ന് വെച്ചു, നമ്മൾ ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നത് എന്ന് വെക്കുക. പക്ഷേ എൻ്റെ പെട്ടെന്ന് ഞാൻ ഭക്ഷണം കഴിച്ചില്ല, ഷുഗർ താഴ്ന്നു പോയാൽ തലച്ചോറിനെ ഇത് ആക്ടിവേറ്റ് ചെയ്യുകയും എനിക്കൊരു ജന്നി വരാം, സീഷർ വരാം. അതിൻ്റെ അർത്ഥം എനിക്ക് അപസ്മാര രോഗം ഉണ്ടെന്നല്ല, ഞാൻ പിന്നെ ശ്രദ്ധിച്ചാൽ മതി എനിക്ക് ഷുഗർ താഴാതെ. അല്ലെങ്കിൽ നിങ്ങളുടെ ആണെങ്കിൽ സോഡിയം പെട്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് രോഗം വന്ന് താഴ്ന്നു പോയി, അപ്പോഴും ഇതേ അവസ്ഥ നിങ്ങൾക്ക് വരാം. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇത് വരുന്നല്ല, നിങ്ങൾക്ക് സോഡിയം കുറഞ്ഞുകൊണ്ടൊരു സീഷർ വന്നു, എനിക്ക് ഷുഗർ കുറഞ്ഞുകൊണ്ടൊരു സീഷർ വന്നു. ഇനി തലയിൽ ഒരു ട്യൂമർ വന്ന ഒരാൾക്ക് ട്യൂമർ വന്നുകൊണ്ടൊരു സീഷർ വന്നു. അപസ്മാരം എന്ന് പറഞ്ഞാൽ ടോട്ടലി വേറെയാണ് എപ്പിലെപ്സി. പ്രത്യേകിച്ച് കാരണമില്ലാതെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടോ തലച്ചോറിൽ ട്യൂമർ ഇരിക്കുന്നുണ്ടോ നിരന്തരമായി ജന്നി വന്നുകൊണ്ടേയിരിക്കുക, 2 അതിലധികമോ തവണ, പ്രത്യേകിച്ചൊരു പ്രൊവോക്കേറ്റിംഗ് ഫാക്ടർ ഇല്ലാതെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് 2 പ്രൊവോക്കേറ്റിംഗ് ഫാക്ടറുണ്ട്, ഷുഗർ കുറഞ്ഞു, സോഡിയം കുറഞ്ഞു. ഇത് പ്രത്യേകിച്ച് പ്രൊവോക്കേറ്റിംഗ് ഫാക്ടറൊന്നും ഇല്ലാതെ ഒരാൾക്ക് 2 തവണ അല്ലെങ്കിൽ അതിൽ അധികമോ വന്നാൽ അതിന് എപ്പിലെപ്സി, അപസ്മാരം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് സ്ഥിരമായിട്ട് ഇത് വരാൻ പോവുകയാണ്. ഇയാൾക്ക് എന്നും ഇത് കൂടെ ഉണ്ടാവും. അപ്പോൾ ഇയാൾക്ക് സേഫായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. മറ്റേത് എന്തോ കാരണം കൊണ്ട് ഒരു തവണ ഈ ഇവൻ്റ് ഉണ്ടായി. മറ്റേ എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാര രോഗമുള്ളവർക്ക് പ്രത്യേകിച്ച് കാരണമില്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, അതാണ് എപ്പിലെപ്സി. അപ്പോൾ അപസ്മാര രോഗത്തിന് വേറൊരു രോഗമായിട്ട് തന്നെ കണ്ട് നീണ്ടകാല ചികിത്സ വേണ്ടി വരും. എന്നാൽ ഒരു തവണ സോഡിയം കുറഞ്ഞ് ഫിക്സ് വന്നയാളുടെ സോഡിയം കറക്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ പറഞ്ഞ മദ്യപാനം നിർത്തിയിട്ട് ഉടനെ വരുന്ന ഫിക്സ് കേസുകളിൽ തൽക്കാലം ഒന്ന് നിയന്ത്രിച്ചാൽ പിന്നെ അയാൾക്ക് മദ്യപാനം നിർത്തിയാൽ പിന്നെ ഫിക്സ് വരില്ല. മറ്റേത് ഈ രോഗം, ഈ ഫിക്സ് തുടരെ വരുന്ന രോഗത്തിനാണ് അപസ്മാരം എന്ന് പറയുന്നത്. ഒരു കാരണമില്ല, അത് തലച്ചോറിൻ്റെ വയറിങ്ങിൻ്റെ ചില പ്രത്യേകതകൾ, അല്ലെങ്കിൽ വയറിങ്ങിനൊക്കെ കൂടുതൽ അതിനകത്ത് ചില ഇലക്ട്രിക്കൽ ചാനൽസ് ഉണ്ട്, സോഡിയം ചാനൽ, കാൽസ്യം ചാനൽ, ഇതൊക്കെ വല്ലാതെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ചിലർക്ക് ജന്മനാൽ തന്നെ ചാനലോപ്പതി എന്ന് പറഞ്ഞാൽ സോഡിയം ചാനൽ, പൊട്ടാസ്യം, ഈ കാൽസ്യം ചാനൽ, ഇതൊക്കെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു ചെറിയൊരു പ്രൊവോക്കേഷൻ വന്നാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഉറക്കം കളഞ്ഞാൽ എന്ത് പറ്റാൻ, പ്രത്യേകിച്ചൊന്നും പറ്റില്ല. കൃത്യസമയത്ത് ഫുഡ് ഒന്നും കഴിച്ചില്ലെങ്കിൽ നമുക്കൊന്നും പറ്റില്ല അല്ലേ. അല്ലെങ്കിൽ വല്ലാത്തൊരു ഫ്ലാഷിങ് ലൈറ്റ് കണ്ടാൽ നമുക്കൊന്നും പറ്റില്ല ഒരു ഡീജലത്തിൽ. പക്ഷേ ഈ തലച്ചോറിലെ ഈ കാൽസ്യം അല്ലെങ്കിൽ സോഡിയം ചാനലുകൾക്ക് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് ഉറക്കം കുറഞ്ഞാലോ ഭക്ഷണ സമയത്ത് കഴിച്ചില്ലെങ്കിലോ ഫ്ലാഷിങ് ലൈറ്റ് വല്ലതും കണ്ടാലോ പെട്ടെന്ന് എല്ലാം കൂടി ഹൈപ്പർ ആക്റ്റീവ് ആവും. പിന്നെ അവർക്ക് ഗോ ഫോർ എ സീഷർ വരും. അത് പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. ഇന്ന് വന്നാൽ 2 ആഴ്ചയും വീണ്ടും വരും. ഇന്ന് ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണെങ്കിൽ അടുത്ത തവണ ഉറക്കം കുറഞ്ഞുകൊണ്ടായിരിക്കും, പിന്നെ ചിലപ്പോൾ ഫ്ലാഷിങ് ലൈറ്റ് കണ്ടിട്ടായിരിക്കും. അപ്പോൾ നിരന്തരമായിട്ട് ഫിറ്റ്സ് വരുന്ന രോഗമാണ് അപസ്മാരം. ഫിറ്റ്സ് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാരണം കൊണ്ടുവാണെങ്കിൽ അയാൾക്ക് സ്ഥിരം മരുന്ന് വേണ്ട. അപസ്മാര രോഗിയായ ഒരാൾക്ക് കാരണം കണ്ടെത്തുകയും വേണം, സ്ഥിരമായും മരുന്ന് കഴിക്കേണ്ടി വരും. ഈ എപ്പിലെപ്സി ഉണ്ടാകാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കാരണങ്ങളുണ്ട്. ഒന്ന് ജനിതകമായ കാരണങ്ങൾ, ജനറ്റിക് എപ്പിലെപ്സീസ് ഉണ്ട്. അത് ചില പ്രത്യേക ജീനുകൾ നമുക്ക് നമ്മുടെ മുൻ തലമുറകളിൽ നിന്ന് ഇൻഹെറിറ്റായിട്ട് കിട്ടുന്ന ജീന്, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അതുകൊണ്ടാണ് നിർബന്ധമില്ല, ചിലപ്പം അതിന് മുന്നത്തെ ഏതെങ്കിലും തലമുറയിൽ ജമ്പ് ചെയ്ത് വരുന്ന ജീനുകളാകാം. ഇപ്പോൾ ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി എന്ന് പറയുന്ന, പൊതുവെ സ്ത്രീകളെ എന്നാൽ പുരുഷന്മാരെയും 10 വയസ്സിനും 20 വയസ്സിനും ഇടയ്ക്ക് ബാധിക്കുന്ന എപ്പിലെപ്സി ഉണ്ട്, ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 10-15 വയസ്സൊക്കെ ആകുമ്പോൾ മയോക്ലോണിക് സീഷർ തുടങ്ങും. മയോക്ലോണിക് മസിലാണ് മയോ എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ശരീരം ഒരു വെട്ടുന്ന ലക്ഷണമായിരിക്കും ആദ്യം കാണുക. പിന്നെ ചിലപ്പോൾ അവർക്ക് തുറിച്ച് നോക്കി ഇങ്ങനെ ബോധമില്ലാതിരിക്കുന്ന ആബ്സെൻറ്റ് സീഷർ വരാം. പെട്ടെന്നൊരു ദിവസമായിരിക്കും നമ്മളെല്ലാവർക്കും അറിയാവുന്ന രീതിയിലുള്ള
വലിയ തെന്നി വരിക, കൈകാലിട്ടടിച്ച് നാക്ക് കടിച്ച് മൂത്രം പോയി. അപ്പോൾ അതൊരു ജനിതക എപ്പിലെപ്സിയാണ്. അതിന് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം. എന്നാൽ ചിലതരം ജനിതക എപ്പിലെപ്സികളുണ്ട്. ചൈൽഡ്ഹുഡ് ആബ്സെൻസ് എപ്പിലെപ്സി, ജുവനൈൽ ആബ്സെൻസ് എപ്പിലെപ്സി. ഇത് ആബ്സെൻസ് സീഷർ എന്ന് പറയും. മറ്റേത് വലിയ സീഷർ, അതിന് ഗ്രാൻഡ് മാൽ സീഷർ എന്നാണ് പറഞ്ഞത്, ഗ്രാൻഡ് സീഷർ. ഇത് ചെറിയ എപ്പിലെപ്സി, അതിൻ്റെ പെറ്റിറ്റ് മാൽ സീഷർ എന്നാണ് പണ്ട് വിളിച്ചത്. പെറ്റിറ്റ് എന്ന് പറഞ്ഞാൽ ചെറുത്, പെറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതാണ്. അപ്പം അവർക്ക് ഒന്നും ഉണ്ടാവില്ല, സ്കൂളിലൊക്കെ ഇരിക്കും. പക്ഷേ സ്കൂളിൽ ഇങ്ങനെ ഇരുന്ന് ഇടയ്ക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ ചിമ്മിക്കൊണ്ടേ ഇരിക്കും. 100 തവണയെങ്കിലും ഒരു ദിവസം ചിമ്മിക്കൊണ്ടിരിക്കും. ആ സമയത്ത് അവർക്ക് പുറം ലോകമായിട്ടുള്ള കണക്ഷൻ ഇല്ല. കാണുന്നവർ നോക്കുമ്പോൾ ഇവർ വെറുതെ നോക്കിയിരിക്കുക എന്നേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ എപ്പിലെപ്സികളുമുണ്ട്. ഒരു വശത്ത് വലിയ രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻസുള്ള അപകടമുള്ള ഫിറ്റ്സും, മറുവശത്ത് ഇതുപോലെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കും. പക്ഷെ അവർക്ക് പുറം ലോകമായിട്ട് ആ സമയത്ത് കണക്ഷൻ ഇല്ല. അപ്പം സ്കൂളിൽ കംപ്ലൈൻറ്റ് വരിക പലപ്പോഴും കുട്ടി ശ്രദ്ധിക്കുന്നില്ല, കുട്ടിയുടെ സ്കൂൾ പെർഫോമൻസ് മോശമാകുന്നു എന്നൊക്കെ ഉള്ള കംപ്ലൈൻറ്റ് മാത്രമായിരിക്കും വരിക. പിന്നെ അങ്ങനെ ഒരു ഇവാലുവേറ്റ് ചെയ്ത് വരുമ്പോഴായിരിക്കും നമ്മൾ ചോദിക്കുമ്പോൾ പറയുക, ഇതുപോലെ ഇവൻ സംസാരിക്കുമ്പോൾ കുറച്ച് നേരത്തിന് ഇവൻ റെസ്പോൺസ് ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കുട്ടികൾ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചാൽ പാരൻസ് തീർച്ചയായും ശ്രദ്ധിക്കണം അല്ലേ ഡോക്ടർ? കാരണം സ്കൂൾ പെർഫോമൻസ് മോശമാകുക, ശ്രദ്ധക്കുറവ് കാണിക്കുക, അല്ലെങ്കിൽ ഡിസ്കണക്ഷൻ കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മളൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നാലും അത് മനസ്സിലാവാണ്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ അതെ, കാരണം ആ സമയത്ത് ഇയാളുടെ ബ്രെയിൻ ടോട്ടലി ഡിസ്കണക്റ്റഡ് ഫ്രം ദ ഔട്ട് സൈഡ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പുറമേ നിന്ന് നമ്മൾ പറയുന്ന ഇയാളുടെ തലയിലോട്ട് കയറുന്നില്ല. ആൻഡ് ഹി ജസ്റ്റ് സിംപ്ലി സ്റ്റെയറിങ് ബ്ലാങ്ക്ലി ഇങ്ങനെ. അത് ഒരു ദിവസം തന്നെ 100 കണക്കിന് എപ്പിസോഡ്സ് ഉണ്ടാകും. അതിനെയാണ് ആബ്സെൻസ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. മറ്റേത് ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് ആയിട്ടുള്ള എപ്പിലെപ്സികളാണ്. ഭയങ്കര, അത് വലിയ നാടകീയ സംഭവങ്ങളാണ്. അറിയാം, അതിപ്പോൾ നമുക്ക് എല്ലായിടത്തും അറിയാം. വായിക്കിടുന്നവരെയും പതയൊക്കെ വന്നിട്ട് അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ജനിതകമായിട്ടും വരാം. പിന്നത്തെ എപ്പിലെപ്സികൾ സ്കാർ എപ്പിലെപ്സി എന്ന് പറയും. ഇപ്പോൾ ഒരാൾക്ക് അപകടം പറ്റി, എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, തലയ്ക്ക് ഇഞ്ചുറി ഉണ്ടായി, ഒരു പെർമനൻറ്റ് സ്കാർ ഉണ്ടായി എൻ്റെ തലച്ചോറിൻ്റെ മുൻഭാഗത്ത് ഫ്രോണ്ടൽ ലോബിൽ. ആ സ്കാർ ഏരിയ വിൽ ഓൾവേസ് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. അപ്പം അതും ഒരു തരം എപ്പിലെപ്സി, അത് അക്വേർഡ് എപ്പിലെപ്സിയാണ്. എനിക്ക് ജന്മനാല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വണ്ടി ഇടിച്ച് ഇടിച്ച് തലയിലെ ആ സ്കാർ വിൽ കീപ്പ് ഓൺ പ്രൊഡ്യൂസിങ് ഇലക്ട്രിക്കൽ. അപ്പോൾ അതിനെ സപ്രസ് ചെയ്യാൻ ഞാൻ മരുന്ന് കഴിക്കണം ലൈഫ്, കാരണം സ്കാർ ലൈഫ് ലോങ് ആണ്, ബ്രെയിൻ വേവ് സെൻസിറ്റീവ്. അപ്പം അങ്ങനെ അതൊക്കെയാണ് എപ്പിലെപ്സിക്കുള്ള പല കാരണങ്ങൾ. അപ്പോൾ ഈ എപ്പിലെപ്സി വന്നിട്ടുള്ളവർക്ക് ചില പ്രത്യേകതരം ജോലികൾ അങ്ങനെ ഏതെങ്കിലും ചെയ്യാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 2 കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം. എപ്പിലെപ്സി ഉള്ള ആളുകൾ സമൂഹത്തിൽ പിന്നിലോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് അവർ ആദ്യം തന്നെ വിചാരിക്കണം. പലപ്പോഴും പലർക്കും നമ്മളിത് പാരൻസിൻ്റെ അടുത്ത് കുഞ്ഞിന് എപ്പിലെപ്സി ആണെന്ന് പറയുമ്പോൾ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് എപ്പോഴും ഒരു നെഗറ്റീവ് വാർത്ത എന്ന് അവർക്ക് പെർസീവ് ചെയ്യാൻ, ഇപ്പോൾ മരണം പെർസീവ് ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് അതിനെ എതിർക്കാനായിരിക്കും താല്പര്യം. എൻ്റെ കുഞ്ഞിന് അല്ലെങ്കിൽ എനിക്ക് എപ്പിലെപ്സി വരില്ല എന്ന് അംഗീകരിക്കാൻ അവർക്ക് പാടായിരിക്കും. പക്ഷേ ഒന്നാമത് അതൊരു ഫിക്സഡ് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ വരുന്നുണ്ട്. അത് ഒന്നാമത് അംഗീകരിച്ചാലേ പിന്നെ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു രീതിയിലും നമുക്ക് സമൂഹത്തിൽ പുറകോട്ട് പോകേണ്ടി വരാറില്ല. പക്ഷേ ചില കാര്യങ്ങൾ ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധിക്കണം. കാരണം എപ്പിലെപ്സിയും ഈ മൈഗ്രെയിൻ പോലത്തെ സംഭവം, കാരണം ചില പ്രൊവോക്കിംഗ് ഫാക്ടേഴ്സ് വരുമ്പോഴത് കൂടുതൽ പുറത്ത് ചാടുന്നത്. ഉള്ളിലുണ്ട്, പക്ഷേ പുറത്ത് ചാടണമെങ്കിൽ ചില പ്രൊവോക്കിംഗ് ഫാക്ടേഴ്സാണ് മിക്കവാറും വരിക. ഉറക്കം കുറയുക. അപ്പം എപ്പിലെപ്സി ഉള്ളവർ ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. അറ്റ് എനി കോസ്റ്റ് അവർ ഉറക്കം കളയരുത്. ഫുഡ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ചിലർക്ക് വണ്ണം കുറയ്ക്കണം, അപ്പോൾ ഞാൻ ഒരു നേരത്തെ ഫുഡ് ഒന്ന് സ്കിപ്പ് ചെയ്തേക്കാം. സാധാരണ ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യും, പക്ഷേ എപ്പിലെപ്സി ഉള്ളവരിക്കലും ഫുഡ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പം ചെറിയ അളവിനാണെങ്കിൽ അളവ് കുറച്ചാലും കുഴപ്പമില്ല, 3 നേരം 4 നേരം കഴിക്കണം. ഉറക്കം, ഫുഡ്, പിന്നെ എക്സസീവ് മെൻ്റൽ സ്ട്രെസ്. എന്ത് കാര്യത്തിൽ, കുടുംബത്തിൻ്റെയോ പരീക്ഷയുടെയോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് കാര്യത്തിൽ എക്സസീവ് മെൻ്റൽ സ്ട്രെസ് എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ എക്സസീവ് ഫിസിക്കൽ ആക്ടിവിറ്റി, ഭയങ്കര സ്റ്റേണസ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് ചിലപ്പോൾ ഇതിനെ പ്രൊവോക്ക് ചെയ്യാം. പിന്നെ ചില എപ്പിലെപ്സികൾ ഫോട്ടോ സെൻസിറ്റീവ് എപ്പിലെപ്സി ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ ചില ഫ്ലാഷിംഗ് ലൈറ്റുകൾ വന്നാൽ, ഇപ്പോൾ പണ്ട് പോക്കിമോൻ എന്ന് പറഞ്ഞ കാർട്ടൂൺ അറിയാമോ? നെറ്റിൽ നിങ്ങൾ പോക്കിമോൻ എപ്പിലെപ്സി എന്ന് അടിച്ചു കഴിഞ്ഞാൽ പോക്കിമോൻ്റെ ഒരു പർട്ടിക്കുലർ എപ്പിസോഡ് ഈസ് സ്റ്റിൽ ബാൻഡ്. അപ്പോൾ പോക്കിമോൻ ഭയങ്കര ഫ്ലാഷിംഗ് ലൈറ്റ് കാണിക്കും ചിലപ്പോൾ. അപ്പോൾ അതിലൊരു പർട്ടിക്കുലർ നമ്പർ ഓഫ് എപ്പിസോഡ് എനിക്ക് ഓർക്കുന്നില്ല, അത് എയർ ചെയ്ത് കഴിയുമ്പം ലോകം മുഴുവൻ ജപ്പാനിലും ബ്രിട്ടനിലും ഒക്കെ ആയിരക്കണക്കിന് അതുവരെ കുഴപ്പമില്ലാത്ത കുട്ടികൾക്ക് ആ എപ്പിസോഡ് കണ്ടവർക്ക് എപ്പിലെപ്സി ഉള്ളിലുണ്ടായിരുന്നു, പുറത്ത് കൊണ്ടുവന്നതാണ്. മനസ്സിലായില്ലേ? അപ്പം ചില പ്രത്യേക ഫാഷൻ ലൈറ്റുകൾ ഒഴിവാക്കേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ വെള്ളമാണ് ഞാൻ എപ്പോഴും, വെള്ളവും ഹൈറ്റുമാണ്. പിന്നെ ഫയർ, ഇത് 3 എപ്പോഴും നമ്മൾ അവോയ്ഡ് ചെയ്യണം എപ്പിലെപ്സി ഉള്ളവർ. വാട്ടർ ഈവൻ മുട്ടിൻ്റെ അത്രത്തോളമുള്ള വെള്ളമാണെങ്കിലും മതി. ഹൈറ്റ്, പിന്നെ ഫയറിൻ്റെ അടുത്തുള്ള, കാരണം വെള്ളം കണ്ട എപ്പിലെപ്സി വരുന്നതല്ല. നമ്മൾ മരുന്ന് കഴിച്ച് കൺട്രോൾഡ് ആണെങ്കിലും
100% ഒരിക്കലും നമ്മുടെ കൺട്രോളിലല്ല. ഇപ്പം ഇന്ന് മരുന്ന് കഴിച്ചു, പക്ഷേ തലേന്ന് എന്തോ കാരണം കൊണ്ട് ഉറക്കം കുറഞ്ഞു, പിന്നെ രാവിലെ ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഗുളിക കഴിച്ചിട്ടുണ്ട്. മറ്റ് 2 റിസ്ക് ഫാക്ടേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിലിറങ്ങി സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കളിക്കുമ്പോഴായിരിക്കും ഒരു എപ്പിലെപ്സി വരിക. കൂടെ നിൽക്കുന്നവർ ശ്രദ്ധിക്കണമെന്നില്ല, മുട്ടോളം വെള്ളം മതി ഡ്രൗൺ ആവാൻ. ചിലപ്പോൾ 4-5 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും കൂടെ ഉള്ളവർ അന്വേഷിച്ച് വരുമ്പോൾ ഓൾറെഡി ആൾ മരണപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ വെള്ളത്തിൽ ഉള്ള ഒരു പരിപാടി, ഈവൻ ചെറിയ കനാലിലോ കടലിലോ ഒന്നും ഇറങ്ങരുത്. രണ്ടാമത് ഹൈറ്റ്, ഒരു വലിയ ഹൈറ്റിൽ വീഴാൻ സാധ്യതയുള്ളിടത്ത് നിൽക്കുന്ന സമയത്ത് ഈ പല ഫാക്ടേഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെസ് കൊണ്ടോ ഒരു എപ്പിലെപ്സി അല്ലെങ്കിൽ ഒരു സീസർ അറ്റാക്ക് വന്നാൽ താഴെ പോകാം, ടോട്ടലി അൺകോൺഷ്യസ് ആണ്. അതുപോലെ തന്നെ ഫയർ പൊള്ളാൻ, ഇപ്പം തീ വലിയൊരു തെയ്യം നടക്കുന്ന സ്ഥലമൊക്കെ അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ അടുത്ത് പോയി നിൽക്കരുത്. കാരണം സീസർ വന്നാൽ ഇയാൾ തീയിൽ വീണാൽ ഇയാൾക്ക് ബോധമില്ല, ഹി ക്യാൻ ബി ഇൻജോർഡ്. എപ്പിലെപ്സി അപസ്മാരം വന്നാൽ ചില സിനിമകളിലൊക്കെ കാണുമല്ലോ, താക്കോല് കയ്യിൽ കൊടുത്താൽ മാറും, അത് വിശ്വസിക്കുന്നവരുണ്ട്. അതൊക്കെ വെറും മിത്തല്ലേ ഡോക്ടർ? അതെ, അപ്പം അത് മിത്താണെന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഈ താക്കോലിനേക്കാൾ കൂടുതൽ പ്രാധാന്യം എനിക്കൊന്ന് ഇരുമ്പ് കൊടുക്കുക എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ട് കാണുന്നത്. ഇരുമ്പിനെ അപമാനിക്കുന്നതിന് മുമ്പ് ഇരുമ്പിന് കുറേ പ്രാധാന്യമുണ്ട്. ഇരുമ്പ് എന്ന് പറയുന്ന എലമെൻറ്റ് പീരിയോഡിക് ടേബിൾ വളരെ പ്രധാനമാണ്. കാരണം ഒന്ന്, ഭൂമിയിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്. രണ്ടാമത്, മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് എലമെൻറ്റ്സിലൊന്നാണ്, കാന്തശക്തി വരുത്താൻ പറ്റുന്ന. ഇരുമ്പല്ലാതെ എനിക്ക് തോന്നുന്നു നിക്കല്, കൊബാൾട്ട്, ബെർലി അതൊന്നും നമുക്ക് പൊതുവെ കിട്ടില്ല. അപ്പം നമ്മുടെ കൈ കിട്ടുന്നതിൽ കാന്തശക്തി വരുത്താൻ പറ്റുന്ന ഒരു സാധനം ഇരുമ്പാണ്. അപ്പം അത് തന്നെ ആൾക്കാർ മിത്ത് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മാഗ്നറ്റിക് ബാൻഡ്, മാഗ്നറ്റിക് ബെഡ്. അപ്പോൾ ഈ മാഗ്നറ്റൊന്നും നമ്മുടെ ബ്ലഡിനെ ബാധിക്കില്ല. പക്ഷേ അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഏറ്റവും കൂടുതലുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ മാഗ്നറ്റിസം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ യൂണിവേഴ്സൽ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വലിയ നക്ഷത്രങ്ങൾ ഫ്യൂസ് ചെയ്യുമല്ലോ, ഇങ്ങനെ ഹൈഡ്രജൻ, ഹീലിയം, കാർബൺ, സിലിക്കൺ, നിയോൺ. ഏറ്റവും അവസാനമായിട്ട് ഫ്യൂസ് ചെയ്ത് എത്തുന്നത് അയണാണ്. അയൺ സെൽഫ് ഫ്യൂസബിൾ അല്ല, അത്ര ഭയങ്കര പവറാണ് അതിൻ്റെ ന്യൂക്ലിയോൺസിന്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അയൺ ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ളതാണ്. പക്ഷേ ഈ അപസ്മാരത്തിൻ്റെ കാര്യത്തിൽ അയൺ ഭയങ്കര ഒരു യൂസ്ലെസ് ആണ്, ഒരു ബലഹീനമാണ്. അയണിനെ കൊണ്ട് കാര്യമില്ല. അതിന് പലപ്പോഴും ഒരു തോന്നൽ വരാൻ കാര്യം, ഈ അപസ്മാരം വരുന്ന ആൾക്ക് ഈ ടോണിക് ക്ലോണിക് മൂവ്മെൻറ്റ്സ് വരും. ടോണിക് എന്ന് പറഞ്ഞാൽ മുറുകുക, ക്ലോണിക് എന്ന് പറഞ്ഞാൽ വിടുക, ലൂസാവുക. അപ്പോൾ ഈ മൂവ്മെൻറ്റ്സ് വരുമ്പം ഇയാൾ എന്തോ ഒന്ന് ഗ്രിപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ തോന്നുന്നുകൊണ്ട് ആരെങ്കിലും പണ്ട് തുടങ്ങിയ ഒരു സിസ്റ്റം ആയിരിക്കാം അതിന് വേണ്ടി ഗ്രിപ്പ്. അപ്പോൾ അതങ്ങനെ ഗ്രിപ്പ് ചെയ്യുമ്പോഴത്തേനും നാച്ചുറലി ഒരു 3 മിനിറ്റ് കൊണ്ട് തനിയെ വെട്ടി നിൽക്കും. ഇനിയിപ്പം ഇരുമ്പിന് പകരം ഒരു മരക്കഷ്ണം കൊടുത്താലും ഇനി ഒരു പഞ്ഞി വെച്ചാലും നിൽക്കും. അപ്പം നാച്ചുറലി ഇത് 2 to 3 മിനിറ്റ്സ് ഇത് നീണ്ടു നിൽക്കും. അപ്പം ഇരുമ്പ് വെക്കുമ്പോൾ അത് നിൽക്കുന്നതായിട്ട് തോന്നും. അത് ഒന്നും വെച്ചില്ലെങ്കിലും വേറെന്ത് വെച്ചാലും അത് തനിയെ 3 മിനിറ്റ്സിനുള്ള എപ്പിസോഡ് നിൽക്കും. പക്ഷേ ഇത് അങ്ങനെ അത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു അപകടമുണ്ട്. ഇരുമ്പ് കൊണ്ടുള്ള അപകടമല്ല. ശരിക്കും ഒരു അപസ്മാരം വരുന്ന ഒരാളെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അയാൾ ഏത് പൊസിഷനിൽ നിന്നാണോ അതിന് സേഫ് പൊസിഷനിലേക്ക് മാറ്റുക. ഇപ്പോൾ ഒരു വെള്ളത്തിൻ്റെ അടുത്തോ തീയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു താഴത്തോട്ട് വീഴാൻ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ ആദ്യം ആ പൊസിഷനിൽ നിന്ന് മാറ്റുക. നമ്മൾ താക്കോൽ അന്വേഷിച്ച് പോകുന്ന സമയത്തുള്ളിൽ ചിലപ്പോൾ ഇയാൾ ആ പൊസിഷൻ്റെ ഡേഞ്ചർ കൊണ്ട് അയാൾ ഏതെങ്കിലും ഡേഞ്ചറിലോട്ട് വീഴാം. അപ്പോൾ അതൊരു ഒന്നാമത്തെ അപകടം. രണ്ടാമത്, ഏറ്റവും കൂടുതൽ പല കാരണങ്ങളാൽ മരണപ്പെടാറുണ്ട് ഈ അപസ്മാരമുള്ളവർ. അതിലൊരു കാരണം അവരുടെ വായിൽ നിന്ന് വരുന്ന നുരയും പതയും അവരുടെ ശ്വാസകോശത്തിലോട്ട് തന്നെ പോയിട്ട് ശ്വാസകോശം ബ്ലോക്കായി മരണപ്പെടുന്നതാണ് ഒരു കാരണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അപസ്മാരം വന്ന ഒരാളെ എന്താ ചെയ്യേണ്ടത്? അയാളെ സേഫ് പൊസിഷനിലോട്ട് ആക്കിയിട്ട് ചെരിച്ച് കിടത്തുക. അതായത് വായിൽ വരുന്ന നുരയും പതയും സൈഡിലോട്ട് പോകണം. നേരെ കിടന്നു കഴിഞ്ഞ് നമ്മൾ അവർ വരച്ചോട്ടെ, പക്ഷെ ചിരിച്ച് കിടത്താൻ പറ്റും. രണ്ടുപേരും വിളിച്ചാൽ ഒരാൾ വിചാരിച്ചാലും അപ്പം ചിരിച്ചാൽ എന്ത് പറ്റും? വായിലുള്ള നുരയും പതയും വശത്തേക്ക് പോകും. സ്വയം വിഴുങ്ങില്ല. സ്വയം വിഴുങ്ങി ശ്വാസകോശത്തിൽ പോയി ബ്ലോക്കായി മരിക്കില്ല. നമ്മൾ ഈ താക്കോൽ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഇയാളെ അവിടെ ഇട്ടിട്ടാണ് പോകുന്നെങ്കിൽ ഒന്നെങ്കിൽ അയാൾ വല്ല വെള്ളത്തിൽ പോകുമോ, വെട്ടി അല്ലെങ്കിൽ അയാൾ സ്വന്തം നുരയും പതയും അയാളുടെ ലങ്സിൽ പോയിട്ടുള്ള ആസ്പിറേറ്റ് ചെയ്ത് മരിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഈ താക്കോൽ അന്വേഷിച്ച് പോകുന്ന സമയം കൊണ്ട് ഇയാളുടെ സേഫ്റ്റി നമ്മൾ അപകടത്തിലാക്കുക. ചിരിച്ച് കിടത്തുക, സേഫ് പൊസിഷനിൽ എത്തിക്കുക. ഇത് യൂഷ്വലി 2 to 3 മിനിറ്റ്സിനുള്ളിൽ തന്നെ 95-99% കേസുകൾ മാറും. ചില കേസുകൾ നീണ്ടുപോകും. പിന്നെ ഇന്നത്തെ കാലത്ത് മൂക്കിലടിക്കുന്ന മിഡാസോളാം എന്നൊക്കെ പറയുന്ന മരുന്നിൻ്റെ സ്പ്രേ അവൈലബിൾ ആണ്. നമ്മൾ ചെയ്യേണ്ടത് പെട്ടെന്ന് സേഫായിട്ട് പൊസിഷനിൽ കിടത്തുക, ചിരിച്ച് കിടത്തുക. സീസർ അല്ലെങ്കിൽ ഫിറ്റ്സ് സ്ഥിരം വരുന്ന എപ്പിലെപ്സി ഉള്ള ഒരാളാണെന്ന് അറിയാമെങ്കിൽ മിഡാസോളാം സ്പ്രേ വീട്ടിൽ വെക്കുക. മിഡാസോളാം ചിരിച്ച് കിടത്തിയിട്ട്
ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും അത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നേസൽ സ്പ്രേ കൊടുത്താൽ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ആവും. അപ്പോൾ നമ്മൾ ഇരുമ്പ് അന്വേഷിച്ച് പോകുന്ന സമയത്ത് പേഷ്യൻ്റ് ക്യാൻ ഡ്രൗൺ ഇൻ ഹിറ്റ്സ് ഓൺ ഫ്ലോത്തി സെക്രീഷൻസ്. അതാണ് പ്രശ്നം. അല്ലാതെ ഇപ്പോൾ ഇരുമ്പ് കൈ പിടിച്ചുകൊണ്ട് വലിയ സംഭവമാണ് ഇരുമ്പ് വലിയ സംഭവമൊക്കെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ വെറുതെ വേസ്റ്റാണ്, അത് അപകടവുമാണ്, അതിന് ആ സമയം കളയുന്നത്. അതുപോലെ ഈ അപസ്മാരം ഉണ്ടോ എന്ന് രോഗനിർണയം നടത്തുന്നത് എങ്ങനെയാണ്, നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? അപസ്മാരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഫിറ്റ്സ് എന്ന് പറയുന്നത് ഒരു എപ്പിസോഡ് വരുന്നു. അപസ്മാരം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അകാരണമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിലും അത് നിർത്താതെ വീണ്ടും വീണ്ടും വരുന്നു. അത് നമുക്ക് ഒരാൾക്ക് ഫിറ്റ്സ് ഉണ്ടായെന്നുള്ള ഡയഗ്നോസിസ് ഹിസ്റ്ററിയിൽ നിന്ന് ക്ലിനിക്കലി നമ്മൾ ഡയഗ്നോസ് ചെയ്യാം. ഒന്നുകിൽ നമ്മൾ നേരിട്ട് കാണുക, അല്ലെങ്കിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ പറയുന്ന വിവരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഇയാൾക്ക് ഉണ്ടായത് ഫിറ്റ്സ് ആണെന്ന്. അത് ചെറിയ തന്നെയുള്ള ഡയഗ്നോസാണ്. ഇറ്റ്സ് എ ക്ലിനിക്കൽ ഡയഗ്നോസിസ്. പെട്ടെന്ന് ഇന്നയാൾ വലിയൊരു ശബ്ദം ഉണ്ടാക്കി വീഴുന്നു. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ഈ രോഗി കണ്ണ് മുകളിലോട്ട് വെച്ചിരിക്കുന്നു, കഴുത്ത് തിരിഞ്ഞ് ഒരു വശത്ത് നോക്കിയിരിക്കുന്നു, നാക്ക് കടിക്കുന്നു, ശരീരം മുറുകുന്നു, പിന്നെ അറിയാതെ മൂത്രം പോയി, പിന്നെ ഒരു മിനിറ്റോളം അങ്ങനെ ഇരുന്നതിന് ശേഷം പയ്യെ ശരീരം വെട്ടി 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 നിന്നു. ഒരു 3 മിനിറ്റ് കൊണ്ട് പിന്നെ ഒരു മയക്കമായിരുന്നു. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ബോധം തെളിഞ്ഞപ്പോൾ നല്ല തലവേദന, ഛർദിലും പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു. ഇതാണ് ടിപ്പിക്കൽ ഒരു ഹിസ്റ്ററി ഓഫ് എ സീജർ. ഇപ്പോൾ ഇതൊരു ക്ലിനിക്കൽ ഡയഗ്നോസാണ്. ഇപ്പോൾ ഈ ഒരു സംഭവമായിട്ട് പിറ്റേന്നായിരിക്കും നമ്മുടെ അടുത്ത് ഈ രോഗിയും ബന്ധുവും വരുന്നത്. പക്ഷേ ഈ രോഗിക്ക് ഈ ഇവൻ്റൊന്നും ഓർമ്മ ഉണ്ടാവില്ല, ബ്രെയിനിൽ വന്ന ഇവൻ്റ് ആയതുകൊണ്ട്. അപ്പം ഹിസ്റ്ററി ഇത് പറയുമ്പോൾ നമ്മൾ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ ഇത് സീഷറാണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഇത് നമുക്ക് കാരണം കണ്ടെത്തണം. ചിലർക്ക് ഈ ജനിതകമായിട്ടുള്ള എപ്പിലെപ്സി ആയിരിക്കും, ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി എന്നൊക്കെ പറഞ്ഞാൽ ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റ് വേണ്ട. എന്നാൽ മറ്റൊരാൾക്ക് ചിലപ്പോൾ തലയിൽ വന്ന ഒരു ട്യൂമറായിരിക്കാം. അതുകൊണ്ട് നമ്മൾക്ക് ഇമ്മീഡിയറ്റ്ലി 2 ടെസ്റ്റാണ് വേണ്ടത്. ഒന്ന്, ഹാർട്ടിനൊക്കെ എക്കോ ECG എടുക്കും. ഹാർട്ടിൻ്റെ എക്കോ എടുക്കുമ്പോൾ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ കാണാം, ECG എടുക്കുമ്പോൾ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കാണാം. എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ MRI എപ്പിലെപ്സി പ്രോട്ടോക്കോൾ എടുക്കുമ്പോൾ MRI എടുക്കുമ്പോൾ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ കാണാം. ഇയാൾക്ക് എന്തെങ്കിലും ബ്രെയിൻ ട്യൂമറോ അല്ലെങ്കിൽ ബ്രെയിനിലെ നേരത്തെ പറഞ്ഞില്ല അപകടം സ്കാറോ വല്ലതും ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും. ഇനി അത് നോർമലാണെങ്കിൽ EG എടുക്കുമ്പോൾ തലയുടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, അപ്പോൾ ജനിതകമായിട്ടുള്ള EEG ഇലക്ട്രോ എൻസെഫലോഗ്രാം, അപ്പം ECG പോലെ EEG ഇതെടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇത് ജനിതകമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും എപ്പിലെപ്സിയാണ്. അപ്പം ജനറ്റിക് എപ്പിലെപ്സീസ് ആണ്. അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്കൊരു EEGക്കകത്തും മറ്റേലും കൺക്ലൂസീവ് അല്ലെങ്കിൽ പോലും 2 തവണയിലധികമോ ഇത് വന്നെന്ന് വെച്ചു, ഇതിൻ്റെ അകത്ത് ഫൈൻഡിങ് എപ്പോഴും കിട്ടണമെന്നില്ല. നമ്മളെടുക്കുന്ന ഒരു 40 മിനിറ്റ് EEG ആണ് എങ്കിൽ നമുക്കൊരു 20-30% സാധ്യതയുള്ളൂ ഇതിൻ്റെ അകത്ത് പോസിറ്റീവ് റിസൾട്ട് കിട്ടാൻ. അപ്പോൾ ഇത് നെഗറ്റീവ് ആണെങ്കിൽ പോലും 2 തവണ അല്ലെങ്കിൽ അതിൻ്റെ അധികം വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പിലെപ്സി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം വേണ്ട ബേസിക് 2 ടെസ്റ്റ് ഇതാണ്. പിന്നെ അപൂർവ രോഗങ്ങൾ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ചെയ്യാം. ചിലർക്ക് കാൽസ്യം കുറഞ്ഞു പോയാൽ ഫിറ്റ്സ് വരാം. ചിലപ്പോൾ തൈറോയ്ഡ് സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് ആയിരിക്കാം, അതിൻ്റെ കൂടെ പാരാതൈറോയിഡും കൂടി പോയി കാണാം, കാൽസ്യം കുറഞ്ഞു വന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഈ 2 ടെസ്റ്റിൻ്റെ കൂടെ തന്നെ കാൽസ്യം, മഗ്നീഷ്യം അതുപോലത്തെ ബേസിക് ടെസ്റ്റുകളും ഒക്കെ ചെയ്യും. ഏറ്റവും പ്രധാനം ബ്രെയിനിൻ്റെ MRI എപ്പിലെപ്സി പ്രോട്ടോക്കോള്, EEG, പിന്നെ ഇലക്ട്രോലൈറ്റ്സായ കാൽസ്യം, മഗ്നീഷ്യം ഇത്ര നോക്കുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇത് ജനറ്റിക് ആണോ അതോ എന്തെങ്കിലും കാരണം കൊണ്ടാണോ, ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റ് വേണോ, ഈ ട്യൂമർ ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ പോകണം. ഡോക്ടർ, അതുപോലെ ഈ എപ്പിലെപ്സി മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ? സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്ട്സ് ഇല്ലാത്ത മരുന്നുകളില്ല, എല്ലാ മരുന്നുകളും. അതിപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനുണ്ടെന്ന് പറയുന്ന പോലെ. ഇപ്പോൾ നിങ്ങൾ പാരസെറ്റമോളിൻ്റെ സൈഡ് എഫക്റ്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 എണ്ണത്തിന് ലിസ്റ്റ് കാണും. സൈഡ് എഫക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഓരോ സൈഡ് എഫക്റ്റും ഇത്ര ശതമാനം ആൾക്കാരെ ബാധിക്കുന്നതാണ് കാണിക്കുക. ഇപ്പോൾ ഡിസിനസ് മോർ ദാൻ 10%, അപ്പോൾ 10% മുകളിൽ ആൾക്കാർ ചിലർക്ക് തലകർക്കുണ്ടാകും, അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ലെസ് ദാൻ 5%. എന്നാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ലിവർ ഫങ്ഷൻ ടെസ്റ്റൊക്കെ വേരിയേഷൻ വരുന്നത് ലെസ് ദാൻ 1% ആയിരിക്കും. അപ്പം തന്നെ അറിയാം നമ്മൾ 90-95% പേർക്കും ഒരു സൈഡ് എഫക്റ്റും വരില്ല. ചെറിയ ടോളറബിൾ സൈഡ് എഫക്ട്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ടത് മാറും, ഡിസീനസ് ഒക്കെ ആണെങ്കിൽ. പക്ഷേ വല്ല ലിവർ ഫങ്ഷൻ ടെസ്റ്റിനെയൊക്കെ അപൂർവമായിട്ട് വല്ലവരെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സീരിയലി ലിവർ ഫങ്ഷൻ ടെസ്റ്റൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യും. LFT ഒക്കെ അഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ മാറ്റിയിട്ട് അല്ലാത്ത ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് കൊടുക്കാം. അങ്ങനെ ലൈഫ് ലോങ് മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യും. അപ്പം സൈഡ് എഫക്ട്സിനെ പറ്റി നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. നമ്മളിപ്പോൾ എന്ത് കഴിച്ചാലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്ന് പറയുന്ന പോലെയുള്ളൂ. അത് ഇത്ര ശതമാനം ആൾക്കാരെ ചില സൈഡ് എഫക്റ്റ് ബാധിക്കും, 90%-ലധികം ആൾക്കാർക്ക് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. ഏറ്റവും ഡേഞ്ചറസ് സൈഡ് എഫക്ട്സ്
ഏറ്റവും ചെറിയ ശതമാനത്തിനെ ബാധിക്കുകയുള്ളൂ. ഇനി അത് വന്നാൽ നമുക്ക് അത് മോണിറ്റർ ചെയ്യുകയും ഓൾട്ടർനേറ്റീവ് മെഡിസിൻ കൊടുക്കുക എന്നുള്ളതാണ്. അതല്ല നമ്മൾ മെഡിസിൻ കഴിക്കണം. ഉറപ്പായിട്ട് എപ്പിലെപ്സി ഡയഗ്നോസ് ചെയ്താൽ എന്ന് വെച്ചാൽ അപസ്മാര രോഗം ഡയഗ്നോസ് ചെയ്താൽ മോസ്റ്റ് കേസസ് ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കേണ്ടി വരും. ചിലപ്പോൾ ഒക്കെ ഒരു 4 വർഷമൊക്കെ കഴിഞ്ഞ് നിർത്താമെന്നൊക്കെ പറയും. അപ്പോഴും നമുക്ക് ഹൈ റിസ്ക് ആണത് വീണ്ടും ഒരു റിക്കറൻസിന്. ഓക്കെ ഡോക്ടർ, താങ്ക് യു.